എം എസ് വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവസാനം ചർച്ചയാവാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ആ തന്ത്രത്തിൽ വീണില്ല എന്നാണല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത്ഷായും നരേന്ദ്രമോദിയും പലപ്പോഴും എടുത്തിട്ടുള്ള തന്ത്രമെന്ന് പറയുന്നത് ചാണക്യതന്ത്രമാണ്. ഇത്തവണ അവരെടുത്ത ഒരു തത്വമാണ്, അത് ബുദ്ധൻ്റെ തത്വമാണ്. അതായത് ബുദ്ധനോട് ചോദിച്ചു, താങ്കളോട് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തർക്കുത്തരം പറയുന്നവർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാത്തവർ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ മൗനം പാലിക്കണം. നിങ്ങൾ മൗനം പാലിച്ചിട്ടും, ഞാൻ മൗനം പാലിച്ചു, അപ്പം മൗനം പാലിച്ചിട്ടും അവർ വീണ്ടും ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞു നടക്കണം. ഇതാണ് ഇത്തവണത്തെ സെഷനിൽ ഉണ്ടായത്. അതായത് 18ാം പാർലമെൻറ്റിൻ്റെ 8 സെഷൻ നടന്നു ഇതുവരെ. 2024 3, 25 3, ഇപ്പോൾ 2 സെഷൻ. ഇതിൽ ഒരൊറ്റ സെഷൻ മാത്രമാണ് പ്രതിപക്ഷം മര്യാദയ്ക്കിരുന്നത്. അതെന്നറിയാമോ? ഓത്ത് ടേക്കിംഗ് സെറിമണി. ആ ഓത്ത് ടേക്കിംഗ് സെറിമണി കഴിഞ്ഞ് പിന്നെ നടന്നിട്ടുള്ള എല്ലാ പാർലമെൻറ്റ് സെഷനും ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം പറഞ്ഞ് അലങ്കോലമാക്കും. ഒന്നുകിൽ പഹൽഗാം എടുത്തിടും, അവിടെ നടന്ന സംഭവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീഴ്ചയാണ്, കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഡിസ്കഷനില്ല, പിന്നെ തർക്കുത്തരവും ചർച്ച പിന്നെ വാക്കൗട്ടും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ വന്നു. അപ്പോഴും പാകിസ്ഥാൻകാർ എത്ര പേര് മരിച്ചു എന്നല്ല, ഇന്ത്യക്കാർ എത്ര പേര് മരിച്ചു എന്നാണ്. രണ്ടും ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് പാകിസ്ഥാൻകാർ മരിച്ചതോ പാകിസ്ഥാനിലെ എത്ര വിമാനം തകർന്നു എന്ന് പറയേണ്ട, ഇന്ത്യക്കാരന് എത്ര മരിച്ചു, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഈ മാത്രമാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എന്താ? നമ്മുടെ നരേൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. ആ പുസ്തകത്തിൽ ചൈന ആക്രമിച്ചു, ചൈന കീഴടക്കി, നമ്മുടെ ഏരിയ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് വരെ ചർച്ച കൊണ്ടുവന്നു. അതും ബഡ്ജറ്റ് സെഷൻ നടക്കുമ്പോഴാണെന്ന് ഓർക്കണം. ബഡ്ജറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോഴും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ കുട്ടികളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വന്നു ആദ്യം. അല്ല, പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ നടയിൽ പോയി ബാൻഡ് ഏരിയയിൽ, റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി നുഴഞ്ഞു കയറി അവിടെ പിന്നെ നിൽക്കേണ്ട അവസ്ഥ എം പിമാർക്കുണ്ടായി. അതിൽ നിന്നും അവരെ JP നദ്ദ അടക്കം പോയി തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോൾ പറയുന്നത് എൻ്റെ പ്ലാൻ മാറി, എനിക്കിപ്പോൾ ഡിസ്കഷൻ വേണ്ട, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മതി. കാരണം പിള്ളേർ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരെ വിളിച്ച് നിങ്ങളെ അങ്ങ് തഴഞ്ഞു, ഇവരെ തഴഞ്ഞു, പ്രതിപക്ഷത്തിനെ തഴഞ്ഞു. എന്നിട്ട് പിള്ളേരെ വിളിച്ച് ഡിസ്കഷൻ നടത്തി കാര്യം സോൾവ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല. പിന്നെ അമിത്ഷായുടെ രാജിയെ പറയാൻ പറ്റുള്ളൂ. അമിത്ഷായോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് നിങ്ങൾ പാർലമെൻറ്റിൽ വരിക, 2 കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പെറ്റൽ പിന്നെ ഇത് എന്താ പിന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് നീറ്റ് പരീക്ഷയെക്കുറിച്ചുമാണ്. ആ നീറ്റ് പരീക്ഷയെക്കുറിച്ചുണ്ട്. അതിൽ കഴിഞ്ഞല്ലോ, ആ പ്രശ്നം തീർന്നല്ലോ. പിന്നെ പറയുന്നത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് താങ്കളുടെ ഉത്തരവ് പ്രകാരമാണോ അല്ലയോ, അത് മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അല്ലെങ്കിൽ താങ്കൾ ആരാണ് ഉത്തരവ് കൊടുത്തത്, ഈ 2 കാര്യങ്ങളെ പറയാവൂ, വേറൊന്നും പറയാൻ പാടില്ല. അതായത് പാർലമെൻറ്റിനകത്ത് ഒരു ഡിസ്കഷനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ 8 പാർലമെൻറ്റ് സെഷൻ നടന്നതിൽ ഒരൊറ്റ സെഷൻ ഓത്ത് ടേക്കിംഗ് സെറിമണി മാത്രം. അവിടെ നാടകമായിട്ടാണ് വന്നത്. ഭരണഘടനയുടെ ഒരു കൊച്ചു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഷോ കാണിച്ച് പബ്ലിസിറ്റി ക്രൈസിലാണ് അദ്ദേഹം. അല്ല, അമിത്ഷാ വിട്ടു നിന്ന് എന്തുകൊണ്ടാണ് ഞാനതാ പറഞ്ഞേ? അമിത്ഷാ വിട്ടു നിന്നുകൊണ്ട്, അമിത്ഷാ വിട്ടു നിന്നതിൽ ഒറ്റ കാര്യം പറഞ്ഞേ, കിരൺ റിജിജു സംസാരിക്കാത്ത പ്രതിപക്ഷ നേതാക്കളില്ല. അതായത് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു, പ്രിയങ്ക ഗാന്ധിയോട് സംസാരിച്ചു, മല്ലികാർജ്ജുന ഖാർഗെയോട് സംസാരിച്ചു, KC വേണുഗോപാലിനോട് സംസാരിച്ചു. ഇനി സംസാരിക്കാൻ പ്രതിപക്ഷത്തെ ആരും ബാക്കിയില്ല. എല്ലാ ടോപ്പ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു. ഒറ്റ കാര്യമാണ് പറഞ്ഞത്, അമിത്ഷാ വരും, അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ഒന്ന് സൈലൻ്റ് ആയിരിക്കണം. ഇല്ല, അതില്ല. ഇന്ന് പവൻ ഖേര പറഞ്ഞെന്തറിയാമോ? അമിത്ഷാ വരുന്നെങ്കിൽ വന്നോട്ടെ, ഒറ്റ കണ്ടീഷൻ, രാജിക്കത്തുമായിട്ട് വന്നാൽ മതി അദ്ദേഹം. പവൻ ഖേര പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ഇവരുടെ മുഴുവൻ മുദ്രാവാക്യം. അങ്ങനെ ഒരു ഇത് നമ്മുടെ ഈ SFI പിള്ളേർ സ്കൂളിലും കോളേജിലും നടത്തുന്ന സമരങ്ങൾക്ക് പറയുന്ന പോലെയാണ്. മുഖ്യ അധ്യാപകൻ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ടീച്ചർ രാജിവെക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ അവരുടെ കസേര ഞങ്ങൾ വെളിയിലെടുത്തിട്ട് കത്തിക്കും. ഈ തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിനെ കൊണ്ട് എത്തിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കണം. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് മാത്രമല്ല, അതായത് കുറേ നാളായിട്ട് നടന്നു വരുന്നൊരു കീഴ്വഴക്കമാണ്. ആദ്യം നമ്മുടെ ഇലക്ഷനെ പിടിച്ചു, വോട്ട് പെട്ടി ഇലക്ഷൻ, അത് കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് തന്നെ പറയുകയാണ് ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ്,
അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വോട്ട് ചോരിയായി. ശരി, താങ്കൾ പറയുന്നത് ഇവിടെ പ്രതിപക്ഷമാണ് ഈ ചർച്ച അലങ്കോലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ചർച്ചയിലേക്ക് വരാതിരിക്കാൻ രണ്ട് കാരണമുണ്ട്. ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷമാണ്. ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ്. അത് ഭംഗിയായി മുതലെടുക്കാൻ ഭരണകക്ഷിക്കും കഴിയും. സിബി, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് ശ്രീ MS വേണുഗോപാല് പറയുന്നതിനോട് ഭാഗികമായി യോജിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJPയുടെ ഒരു അടവ് നയമാണ്. അതായത് നമ്മുടെ ശക്തനായ എതിരാളികൾ നേർക്കുനേരെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 19ാമത്തെ അടവുണ്ടല്ലോ, ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. അതാണ് ഇവിടെ BJP എന്ന ഭരണപക്ഷം എടുത്തിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥി സമരത്തിനെതിരെ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ആണി തറച്ച ലാത്തികൾ ഉപയോഗിച്ചു തുടങ്ങിയ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന പാർലമെന്റിൽ നടത്തണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് കാര്യമൊന്നുമല്ല. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ടു. അതിനകത്ത് അവസാനം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ വളരെ ശക്തമായ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച എന്തുകൊണ്ടാണെന്നുള്ള വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ഇറക്കണം എന്ന് പറയുന്നത് അത്ര ഭീകരമായ സംഭവമൊന്നുമല്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ആഭ്യന്തരമന്ത്രി, അതും അമിത്ഷായെ പോലെ കരുത്തനായ ഒരു ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി 18 ദിവസം ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. സത്യത്തിൽ BJPക്ക് മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർക്കൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രപ്രവർത്തകരെ കാണാതെ ഒരു 12 വർഷമായിട്ട് ഒളിച്ചു നടക്കുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഇപ്പോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കയറാൻ പറ്റാതെ ഭയന്ന് നടക്കുന്ന മറ്റൊരു കുറെ കാലം കൂടെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശരിക്കും BJPക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തോ നല്ല കഷ്ടകാലമാണ് എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള നിസ്സാരപ്പെട്ട ഒരു ആവശ്യത്തിന്റെ പുറത്ത് ഈ ഒരു ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിൽ കയറാതെ മുങ്ങി നടക്കുക എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കേ. പക്ഷെ അവസാനം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രതിപക്ഷം ട്രാക്ക് മാറ്റുകയായിരുന്നു എന്നാണ് BJPയുടെ ആരോപണം. 24 മണിക്കൂർ ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നു. അത് ഏത് ചോദ്യവും ചോദിക്കട്ടെ, അതിന് മറുപടി നൽകാം എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. വെറും പ്രസ്താവനയല്ല, ചോദ്യങ്ങൾ നിങ്ങൾ സംസാരിക്കും, ഞാനതിന് മറുപടി പറയാമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ചട്ടമുണ്ട്, അത് സ്പീക്കർക്ക് നിങ്ങൾ എഴുതി തരണം. അപ്പോൾ സ്പീക്കറുടെ അനുമതിയോടുകൂടി ഇങ്ങനെ ചർച്ചയാവാം എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. അതാണല്ലോ അദ്ദേഹം ഇന്ന് എത്തിയത്. ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെ വളരെ ലളിതമായ ഒരു ആവശ്യമല്ലേ. പ്രതിപക്ഷം ഒരു ദിവസം സഭ ബാക്കിയെല്ലാം നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അവര് പറഞ്ഞു ഈ സംഭവത്തിൽ അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കണം. ഈ പ്രസ്താവന ഇറക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഈ ചർച്ച നടത്തിയെന്നാണ് ശ്രീ MS വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഒരു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ചുറ്റിയുടെ ഇത്രയും ചർച്ച നടത്തുന്നത്? എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത്? എന്തൊരു നാണക്കേടാണിത്? BJPക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇത്രയും കരുത്തനായ ആഭ്യന്തരമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമിത്ഷാ, മറ്റൊരു ഇരട്ടച്ചങ്കെന്നൊക്കെ നമുക്ക് പറയാവുന്ന അമിത്ഷാ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ, അത് ശുഷ്കമായ പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ഭയന്ന് ഒളിച്ചോടുക. 1-2 ദിവസമല്ല, 3-4 ദിവസമല്ല, 10-17 ദിവസം. ഇതിനെ എന്ത് പറഞ്ഞിട്ടാണ് BJPക്കാർ ന്യായീകരിക്കുക? എന്തൊരു നാണക്കേടാണിത്? ഇത്രയും ലജ്ജാകരമായ ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം കേട്ട് ആഭ്യന്തരമന്ത്രി മുങ്ങി നടക്കുക. ഇത് വല്ലാത്ത നാണം കെട്ട ഒരു സംഭവമായി പോയി. MS വേണുഗോപാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. കാരണം 17 ദിവസം ആഭ്യന്തരമന്ത്രിയെ പാർലമെന്റിൽ കയറ്റാത്തതിന് ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന് നടത്താമായിരുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടതാണ്. കാരണം എന്നറിയാമോ, ഈ 8 പാർലമെന്ററി സെഷൻ നടന്നതിൽ 45% അറ്റൻഡൻസേ ഉള്ളൂ. കൂകി വിളിച്ച ഒറ്റ ഈ സെഷനിൽ 90-ലധികം അറ്റൻഡൻസ് അദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എത്രത്തോളം ഈ രാജ്യത്തോടും പാർലമെന്റിനോടും ഡിസ്കഷനോടും അദ്ദേഹത്തിന് എത്രത്തോളം പ്രതിബദ്ധത ഉണ്ടെന്ന് അവിടെ വ്യക്തമായി. അപ്പൊ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ മാത്രമാണ് അദ്ദേഹം കസേരയിൽ നേരെ ഇരുന്നത്. ബാക്കി 7 സെഷനിലും അദ്ദേഹം അറ്റൻഡൻസ് പകുതി പോലും ഇല്ലാത്ത ആളായിരുന്നു. BJP പ്രതിനിധീകരിച്ച് ശ്രീ S. ഡിന്നി, കേണൽ S. ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ S. ഡിന്നി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീ സിബി സത്യൻ ഇവിടെ പറഞ്ഞ കാര്യം, ഇത് BJPക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.